ജോലിയില്ല കേട്ടോ. നമുക്ക് ചീരയും അരിയാം, കാര്യവും സംസാരിക്കാം, ആരൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവുമെന്നൊക്കെ കണ്ടറിയാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് വീട്ടുവിശേഷം സംസാരിക്കാം. ഞാൻ എൻ്റെ ചേട്ടൻ്റെ കാര്യം തന്നെ ആദ്യം പറയാം. ചേട്ടൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഒരു ദുബായിൽ പോയി അവിടെ എയർപോർട്ടിലൊക്കെ പിടിച്ചു വെച്ചിരുന്നെന്നൊക്കെ. അത് ഞാൻ ടിക്കറ്റ് അയച്ചു കൊടുത്ത് ഇങ്ങനെ വന്നെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നില്ലേ. അപ്പം തിരുവനന്തപുരം എയർപോർട്ടിലാട്ടോ ഇറങ്ങിയത്. തിരുവനന്തപുരം എയർപോർട്ടിൽ ഇറങ്ങി തിരുവനന്തപുരം മുതൽ വണ്ടി കയറിയ സമയം മുതൽ വീടെത്തുന്ന സമയം വരെ എന്തൊക്കെ കാര്യങ്ങളും ഞാൻ സമാധാനവും സന്തോഷം കൊടുക്കുന്ന ജീവിക്കാനുള്ളൊരു ആഗ്രഹം തോന്നിക്കുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെ എൻ്റെ അറിവനുസരിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു ചേട്ടാ ഇതിൽ തോൽവി നമ്മളുകൊണ്ട് വിഷമിക്കരുത്, ആരും ചേട്ടനെ കളിയാക്കത്തില്ല, എന്നെ ഇവിടം കൊണ്ട് നമുക്ക് ജീവിച്ച് കാണിക്കാൻ നമുക്ക് തോന്നണം, വാശി തോന്നണം, നമുക്ക് ജീവിച്ച് കാണിക്കണം, കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഓ വലിയ കാര്യത്തിലൊക്കെ കേൾക്കുന്നതിനൊക്കെ മിടുക്കാം. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ പിന്നെ അച്ഛനോടും അമ്മയോടും നാട്ടുകാരോടും കൂട്ടുകാരോടും എല്ലാവരോടും യാത്ര പറഞ്ഞ് എയർപോർട്ടിലോട്ട് പോയിട്ട് അടുത്ത ഫ്ലൈറ്റിന് തന്നെ തിരിച്ചു വരിക, അല്ലെങ്കിൽ ടിക്കറ്റ് അയച്ച് കൊടുക്കേണ്ടുള്ളൊരു സാഹചര്യം വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വിഷമം തോന്നുന്നൊരവസ്ഥയാണ്. നമുക്ക് ആ പുള്ളിക്കാരൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ദിവസം ഇച്ചിരി നല്ലപോലെ മദ്യപിക്കുന്ന കൂട്ടത്തിലാട്ടോ. എൻ്റെ ചേട്ടൻ ഇതെങ്ങാനും കേൾക്കാൻ ഇട വന്നു കഴിഞ്ഞാലും കേൾക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. കാരണം ചില കാര്യങ്ങൾ തുറന്ന് മൂത്ത് നോക്കി പറഞ്ഞാലും ചിലരത് പിന്നെ മൈൻഡിൽ കൊള്ളത്തില്ല, മനസ്സിലാക്കത്തുമില്ല, വകവയ്ക്കത്തുമില്ല. ഓ അവളങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കും, ഇത് ഞാൻ ദിവസവും കേൾക്കുന്നില്ലെന്ന് വിചാരിക്കും. പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ഇങ്ങനെ വേറെ ആളോട് പറയുമ്പോൾ ആ പറയുന്നത് കേട്ടെങ്കിലും മനസ്സിന് ഇച്ചിരി മാനസാന്തരം ഉണ്ടാവും എന്ന് അറിയട്ടെ. ചേട്ടൻ കാണാതിരിക്കത്തില്ല വീഡിയോ, എനിക്കറിയാം, കാണട്ടെ. അങ്ങനെ അപ്പോഴ് അന്നത്തെ ദിവസം ഇച്ചിരി നല്ലപോലെ മദ്യപിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലാവും, സ്വാഭാവികം അത് വിഷമം കൊണ്ടാണ്. നമ്മൾ എത്ര ഇനി വിഷമിക്കരുത്, സങ്കടപ്പെടരുതെന്ന് പറഞ്ഞാലും വന്നതിൻ്റെയും പോയതിൻ്റെയും വിഷമം ഉള്ളി ഉണ്ടാവും, സ്വാഭാവികം. അപ്പോഴത്തേക്കൊണ്ട് ആരാണ്ട് വിളിച്ചിട്ട് ചോദിച്ചിടാ ഒരു കാര്യം ചെയ്യ്, നിനക്ക് സൗദിയിൽ വരാൻ താല്പര്യമുണ്ടോ, ഞാൻ വിസ ഒപ്പിച്ചു തരാം, നീ സൗദി വരേണ്ടുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു ചേട്ടാ, സൗദി എന്നൊക്കെ പറയുന്നത് നമ്മൾ മറ്റ് ഗൾഫ് രാജ്യങ്ങളെ പോലുള്ള രാജ്യമല്ല. അത് ഏറ്റവും കൂടുതൽ ശിക്ഷകളൊക്കെ വലിയ രീതിയിലൊക്കെ കടുപ്പമുള്ള, എനിക്ക് അറിയത്തില്ല, കൂടുതൽ ഇച്ചിരി കൂടെ കടുപ്പമാണ് അവിടുത്തെ നിയമങ്ങളെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ദുബായിലൊക്കെ ആയിരുന്നപ്പോൾ ഞാൻ ചേട്ടന് ടിക്കറ്റ് അയച്ചു തന്നു. ചേട്ടൻ എനിക്ക് നാട്ടിലെത്തിക്കാൻ സാധിച്ചു. ഇൻ കേസ് ചേട്ടൻ ഇനി സൗദിയിൽ പോയിട്ട് അവിടെ ഇതുപോലൊരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പെട്ടെന്ന് നടന്നു പോകുമെന്ന് നടക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഗൾഫിലോട്ട് പോകുന്ന കാര്യം ചേട്ടൻ അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. അതായത് പ്രത്യേകിച്ച് സൗദിയിലോട്ട് പോകുന്ന കാര്യം ചേട്ടൻ പോകണ്ട എന്നൊക്കെ ഞാൻ പറഞ്ഞ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചു. നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ നോക്കാമെന്നൊക്കെ പറഞ്ഞ് ആദ്യത്തെ ദിവസം ഞാൻ വിചാരിച്ചു മനപ്രയാസം കൊണ്ട് കുടിച്ചാണെന്ന്. രണ്ടാമത്തെ ദിവസവും വിഷമമൊന്ന് ഞാൻ വീണ്ടും വിചാരിച്ചു. പിന്നെ അത് സ്ഥിരം മദ്യപിക്കുമ്പോൾ അതിന് വിഷമം കൊണ്ടുള്ളൊരു മദ്യപാനമാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, അഹങ്കാരം കൊണ്ടുള്ള മദ്യപാനം. ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഒരു തകർച്ച ഉണ്ടാകുമ്പോൾ അവൾ ബലം കൊടുക്കുമ്പോൾ അത് അംഗീകരിക്കാനോ അല്ലെങ്കിൽ അവൾ എന്നെ പറഞ്ഞാൽ അത്ര സമാധാനിപ്പിക്കുന്നല്ലോ എന്ന് തോന്നാത്തൊരു പുരുഷനുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കൊച്ചു മക്കളൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ, ഒരു കാര്യം പറഞ്ഞിട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഒരു കൊച്ചൊരു അടി കൊടുക്കാം. ഈ വലുതിനെയൊക്കെ നമുക്ക് പറഞ്ഞിട്ട് അടിക്കാൻ പറ്റുമോ? പിന്നെ വിചാരിച്ച് കളയാൻ പറ്റത്തില്ലല്ലോ. ഒരാൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അസുഖം വരുമ്പോൾ നമ്മൾ ഉപേക്ഷിക്കുന്നതാണോ നല്ലത്? ഒന്നുകിൽ അസുഖം വരുമ്പോൾ ചികിത്സിക്കും, മാറാത്ത അസുഖമാണെങ്കിൽ നമ്മുടെ കൂടെ ചേർത്ത് നിർത്തും. അങ്ങനെ ഞാൻ കണ്ടോളൂ. അപ്പം എന്താണെങ്കിലും ജീവിച്ചേക്കത്തോളൂ. ആത്മഹത്യ ചെയ്യാനൊന്നും ഒരു കാരണവശാലും പറ്റത്തില്ല. 2 കുഞ്ഞുങ്ങളുണ്ട്. ചേട്ടനെ കാട്ടിയ വാശി പിന്നെ എനിക്കായി. കാരണം ചേട്ടൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ കേട്ടോ ഞാനിങ്ങോട്ട് ഇങ്ങനെ കയറിയത്. എങ്കിലും ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ ആ ആഗ്രഹത്തിന് ദൈവം കൂട്ടുനിന്നു. ചിലപ്പോൾ ഞാൻ പറയും, ഞാനില്ലെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യുമെന്ന് ചോദിക്കും. അപ്പോൾ പറയും, അയ്യോ നീ ഇല്ലെങ്കിൽ എൻ്റെ കാര്യം കട്ടപ്പോകുകയടി എന്ന് പറയും. നീ ഇല്ലാത്ത ഒരു സെക്കൻഡ് പോലും ഞാൻ
ഓർത്തിട്ടേ ഇല്ല, ചിന്തിച്ചിട്ടേ ഇല്ലാന്ന്. നിൻ്റെ ബലത്തിലാണ് ഞാനെന്ന് പറയും. അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. അതൊക്കെ ആത്മാർത്ഥമായിട്ട് പറയുന്നതാണോ ദൈവത്തിനറിയാം. എങ്കിലും കേൾക്കുമ്പോൾ ഒരു സുഖമൊക്കെ ഉണ്ട് അത് കേൾക്കാൻ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ലൈഫ് സ്റ്റോറി. ലവ് സ്റ്റോറി തുടങ്ങിയിട്ടും പോലും ഇല്ല കേട്ടോ. ഓരോ അറ്റത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് പറയുന്നതേ ഉള്ളൂ.